ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജൂലൈ 18 വിശുദ്ധ സിംബ്രോസയും 7 മക്കളുടെയും തിരുനാൾ. ജൂപ്പിറ്റർ ദേവന്റെ ഒരു വിഗ്രഹം ക്രിസ്തു പുനരുത്ഥാനം ചെയ്ത സ്ഥലത്തും വീനസിന്റെ ഒരു മാർബിൾ പ്രതിമ ഗാഗുൽത്തായിലും അഡോണിസിന് പ്രതിഷ്ഠിതമായ ഒരു ഗുഹ ബത്ലഹേമിലും അഡ്രിയൻ ചക്രവർത്തി സ്ഥാപിച്ചു. പുതുതായി പണിതീർത്ത അരമനയുടെ പ്രതിഷ്ഠ നടത്തിയ പൂജാരി കർമ്മങ്ങളുടെ ഇടയ്ക്ക് വിളിച്ചു പറഞ്ഞു, സിംബ്രോസ എന്ന വിധവയും 7 മക്കളും തങ്ങളുടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഞങ്ങളെ നിന്ദിക്കുന്നു. ഇത് കേട്ടതും പുതിയ അരമനയ്ക്ക് അരികെ താമസിക്കുന്ന വിധവയായ സിംബ്രോസയ വിളിച്ചു പറഞ്ഞു, തൻ്റെ സമ്പത്ത് മുഴുവനും മതപീഡനം അനുഭവിക്കുന്ന ക്രിസ്ത്യാനികൾക്കായി ഞാൻ ദാനം ചെയ്യുന്നു. ഇത് കേട്ടതും ചക്രവർത്തി കോപത്തോടെ ആജ്ഞാപിച്ചു, നീയും മക്കളും ദേവന്മാരെ ആരാധിക്കുക. ഉടനെ അവൾ പ്രതിവചിച്ചു, എൻ്റെ ഭർത്താവ് വെട്ടൂളിയൂസും സഹോദരൻ അമാൻസിയൂസും യേശുക്രിസ്തുവിനെ പ്രതി ക്രൂരമർദ്ദനങ്ങൾ സഹിച്ചു. യേശുക്രിസ്തുവിനെ പ്രതി ക്രൂരമർദ്ദനങ്ങൾ സഹിച്ചു. അത് കണ്ട് മനുഷ്യർ അന്ന് അവരെ പുച്ഛിച്ചു. മാലാഖമാർ അവരെ സ്തുതിച്ചു. എന്നാൽ ഇന്ന് അവർ നിത്യജീവൻ ആസ്വദിക്കുകയാണ്. ഇത് കേട്ടതും ചക്രവർത്തി വീണ്ടും കോപത്തോടെ ആജ്ഞാപിച്ചു, ദേവന്മാർക്ക് ബലി ചെയ്യുക, അതല്ലെങ്കിൽ 7 മക്കളോടുകൂടി മരിക്കുക. ഇല്ല പ്രഭു, ഞാൻ എൻ്റെ മക്കളോട് ബലി ചെയ്യാൻ ആവശ്യപ്പെടില്ല. എൻ്റെ മക്കൾ ദേവന്മാർക്ക് ബലി ചെയ്യില്ല. ഇത് കേട്ടതും സിംബ്രോസയുടെ കവിളിൽ അടിച്ച ശേഷം തലമുടി കൊണ്ട് കെട്ടിത്തൂക്കിയിട്ടു. അനന്തരം ഒരു കല്ല് കഴുത്തിൽ കെട്ടി പുഴയിലേക്ക് എറിഞ്ഞു. ഇത് കണ്ടിട്ടും അനുസരിക്കാത്ത മൂത്ത മകൻ ക്രഷൻസിന്റെ അവയവങ്ങൾ വലിച്ചു നീട്ടി ഗളച്ഛേദം ചെയ്തു. രണ്ടാമൻ ജൂലിയന്റെ നെഞ്ചിൽ കടാര കുത്തിയിറക്കി. മൂന്നാമൻ നെമസ്യൂസിനെയും കുന്തം കൊണ്ട് ചങ്കിൽ കുത്തുകയും 4-ാമൻ പ്രമിത്യൂസിനെ വയറു പിളർന്നും 5-ാമന്റെ ഇരുഭാഗങ്ങളിലും കുത്തിയും കൊന്നു. ഇളയവൻ എബുജേനിയൂസിന്റെ ശരീരം 2ആയി പിളർന്നു. അങ്ങനെ ആ അമ്മയും 7 മക്കളും ക്രിസ്തുവിനെ പ്രതി രക്തസാക്ഷിത്വ മകുടം ചൂടി. വിശുദ്ധരെ, ഞങ്ങൾക്കും ഇടവക കുടുംബത്തിനും ഞങ്ങളുടെ രൂപതയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി
നിത്യ സൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.